ഉദ്ദേശിക്കുന്നു? പുതുപ്പാടി പഞ്ചായത്തിൻ്റെ ഹൃദയഭാഗം എന്ന് പറയുന്നത് ഈങ്ങാപ്പുഴയാണ്. ഈങ്ങാപ്പുഴയോട് ചേർന്ന് ഞങ്ങളിപ്പോൾ ഒരു 50 സെൻറ്റ് സ്ഥലം എടുത്തുകൊണ്ട് കാർഷിക വിപണന കേന്ദ്രമുണ്ട്. 30 ലക്ഷത്തോളം രൂപ, ഏറ്റവും നല്ലൊരു വിപണനം. അവിടെ ഞങ്ങളുടെ ഈ കുടുംബശ്രീ ബാക്കിയുള്ള ആൾക്കാർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനുള്ള സൗകര്യം ഉണ്ടാവും. കൃഷിഭവൻ അങ്ങോട്ട് കൊണ്ടുവരും, സഹകരണ ബാങ്ക് അങ്ങോട്ട് കൊണ്ടുവരും, ബാക്കിയുള്ള ഓഫീസുകൾ അവിടെ കൊണ്ടുവന്ന് 2.5 കോടി രൂപയിൽ ഒരു വലിയ പ്രോജക്റ്റ് ഉണ്ടാക്കിയിട്ട് ഞങ്ങളത് നബാർഡിനും കൂടി കൊടുത്തിട്ടുണ്ട്. അതിന് 25% സബ്സിഡി കിട്ടും. അത് പൂർത്തിയാകുന്നതോടെ ഈ പ്രശ്നം വരും. ഇപ്പോൾ മാസത്തിലൊരിക്കൽ വെച്ച് ഞങ്ങൾ മാസച്ചന്ത നടത്താറുണ്ട് കുടുംബശ്രീനെ കേന്ദ്രീകരിച്ചുകൊണ്ട്, ഒരു പ്രത്യേക സ്ഥലം കേന്ദ്രീകരിച്ചുകൊണ്ട്. ഞാൻ പറഞ്ഞത് പരമ്പരാഗതമായ വിളകൾ ഉൽപ്പാദിപ്പിക്കുന്ന ആ മേഖലയിലെ കൃഷിക്കാരുടെ ഏറ്റവും വലിയ പ്രശ്നം അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് മാന്യമായ വില കിട്ടാത്തതാണ്. അപ്പോൾ ഈ ആധുനിക കൃഷി സമ്പ്രദായങ്ങൾ വികസിക്കുന്നതോടൊപ്പം ഇപ്പോൾ ഈ നിങ്ങൾ വാഴക്കൊലയുടെ കാര്യം പറഞ്ഞു, ഇതിൻ്റെ വിപണന സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചാൽ മാത്രമേ കൃഷിക്കാർക്ക് ആദായകരമായിട്ട് അതിനെ കൃഷി ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഈ ഗ്രാൻറ്റുകൾ കൊടുത്ത് അതിനെല്ലാത്തിനും ഒരു ലിമിറ്റേഷൻ വരും. അപ്പോൾ കൃഷിയുടെ കാർഷിക വിഭവങ്ങളുടെ ശക്തിപ്പെടുത്തുന്നതിന് അതിന് കൃഷിക്കാരെ പ്രാപ്തരാക്കാനുമുള്ള മേഖലയിലേക്ക് നിങ്ങളെ ശ്രദ്ധ കടന്നു വന്ന് ഞങ്ങൾ അതിനുള്ള എല്ലാ മുമ്പിലത്തെ സാമ്പത്തിക വർഷം തന്നെ അതിനുള്ള സ്ഥലമെടുത്തു. എൻ്റെ കെട്ടിടം പണിയുന്നതിനൊരു ചെറിയ സാങ്കേതിക തടസ്സം വന്നതുകൊണ്ട് മാത്രം അങ്ങനെ നിൽക്കുകയാണ്. അതൊന്ന് പരിഹരിച്ച് കിട്ടുന്നതിന് സൗകര്യങ്ങൾ ഇപ്പോൾ റെഫ്രിജറേഷൻ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്കായിട്ട് പല കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും പല പദ്ധതികളും ഉണ്ടാക്കുന്നു. അതെല്ലാം ഈ ഉൾനാടൻ കൃഷിക്കാർക്ക് ലഭ്യമാക്കുന്നതിനുള്ള കാര്യത്തിൽ നിങ്ങൾ വളരെ കൂടുതൽ ശ്രദ്ധിക്കണമെന്ന് പറയാനാണ് ഞാനിത്. ഭൂമിശാസ്ത്രപരമായിട്ട് വളരെയധികം പ്രത്യേകതകളുള്ളതാണല്ലോ നിങ്ങളുടെ പഞ്ചായത്ത്, മറ്റുള്ളിടത്തേക്കാളും വ്യത്യസ്തമായിട്ടുള്ള ഈ ജൈവ വൈവിധ്യം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കുകയോ അല്ലെ അതിനെന്തെങ്കിലും ഒന്നും ഇതിൽ ഇല്ലയെന്നാണ് എഴുതിയിരിക്കുന്നത്. അവിടെ ഉണ്ടാകാവുന്ന പലതരത്തിലുള്ള ചെടികളും മരങ്ങളും ഇങ്ങനെയുള്ളതിനെക്കുറിച്ചൊക്കെ ഏതെങ്കിലും തരത്തിൽ പഞ്ചായത്തൊരു ഞങ്ങൾ പദ്ധതി ഒരു പഠനം നടത്തിയിട്ട് വനം വകുപ്പിന് ഈ വിവരങ്ങൾ പറഞ്ഞു. ഇപ്പം ഞങ്ങളുടെ പഞ്ചായത്തിൽ തന്നെയുള്ള പാത്തിപ്പാറ എന്ന് പറയുന്ന ഒരു 286 ഏക്കറുള്ള ഒരു സ്ഥലം കൺസർവേഷൻ ഫോറസ്റ്റ് ആയിട്ട് അവരത് രൂപപ്പെടുത്തി 40 ലക്ഷം രൂപയുടെ ഒരു പുതിയ പ്രോജക്റ്റ് പോന്നിട്ടുണ്ട്. വരും വർഷങ്ങൾ വരും. ഇതിന് ചെറിയ നടപ്പാതകൾ പോലെ കെട്ടിയിട്ട് ഓരോ മരത്തിൻ്റെ പേരും അവിടേക്ക് ഈ പറഞ്ഞ പോലെ ജൈവ വേലികളൊക്കെ സ്ഥാപിച്ച വനത്തിൻ്റെ വൈവിധ്യവും പൂമ്പാറ്റകൾ ഒരു ബട്ടർഫ്ലൈ പാർക്ക് എന്നുള്ള രൂപത്തിലൊക്കെ സ്ഥാപിക്കുക. അതിൻ്റെ പ്രവർത്തനങ്ങൾ അതിൻ്റെ പണി തുടങ്ങി കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ മാസം അതിൻ്റെ ഒരു പ്രവൃത്തി ഉദ്ഘാടനം നടന്നു കഴിഞ്ഞു. നമ്മുടെ പഞ്ചായത്തിൻ്റെ പ്രത്യേകതകൾ അതിനെ പൂർണ്ണമായിട്ട് ഉപയോഗിക്കത്തക്ക രീതിയിൽ ഇപ്പോൾ സ്പോർട്സിൻ്റെ തുടങ്ങി ജമ്പിംഗ് ബിറ്റ് അവിടെ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. സ്പോർട്സ് ഞങ്ങളൊരു അക്കാഡമി ഉണ്ട്. പിന്നെ 10 വയസ്സ് താഴെയുള്ള കുട്ടികൾക്ക് വേണ്ടി സെപ്റ്റ് എന്ന് പറയുന്ന ഒരു ഫുട്ബോൾ അക്കാഡമി. എത്ര കാലമായി തുടങ്ങിയിട്ട് അവിടെ സ്പോർട്സ് അക്കാഡമി തുടങ്ങിയിട്ട് 3 വർഷം. ആരെങ്കിലും ഒക്കെ ഏതെങ്കിലും ലെവലിൽ സ്പോർട്സ് അക്കാഡമിക്ക് ഫണ്ട് രൂപീകരിക്കാൻ വേണ്ടി ഞങ്ങൾ ഒരു ലോട്ടറി നടത്തിയത്. അംഗീകരിക്കപ്പെട്ട ലെവലിലേക്ക് എത്തിയിട്ടുണ്ടോ? ഉണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഇന്ത്യൻ വനിതാ വോളിബോൾ ടീമിൻ്റെ ക്യാപ്റ്റനായിരുന്ന സാലി ജോസഫ് ഉണ്ട്. ഹൈ ജമ്പ് ചാമ്പ്യനായിരുന്ന അബ്ദുറഹ്മാൻ ഉണ്ട്. ഇപ്പോൾ ഇൻ്റർ യൂണിവേഴ്സിറ്റി ചാമ്പ്യനായിട്ടുള്ള ഒരു TT നംഷീല എന്ന് പറയുന്ന ഒരു കുട്ടിയുണ്ട്. ഇപ്പം ഞങ്ങൾ ഡിസ്ട്രിക്ട് തലത്തിൽ സമ്മാനം വാങ്ങുന്ന കുറേ കുട്ടികളുണ്ട്. എല്ലാ പദ്ധതികളെക്കുറിച്ചൊക്കെ നന്നായി സംസാരിക്കാൻ കഴിഞ്ഞു. എല്ലാ പദ്ധതികളെയും കുറിച്ച് കഴിഞ്ഞില്ല, ഒന്ന് തൊട്ടുപോകാനേ കഴിഞ്ഞിട്ടുള്ളൂ. ഇനി ഒട്ടേറെ കാര്യങ്ങളുണ്ട്. എന്തായാലും നമ്മുടെ ജഡ്ജസിന് ഇതിൽ നിന്നൊക്കെ ഒരു ഏകദേശം ഐഡിയ നന്നായി കിട്ടിക്കാണും എന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. എന്തായാലും കണ്ണമാഷ്. എൻ്റെ മാർക്ക് 15-ൽ 12. 15-ൽ 12. 10-ൽ 7.5. 10-ൽ 7.5. പുതുപ്പാടിക്ക് ലഭിച്ചിരിക്കുന്നത് 60-ൽ 46 മാർക്സാണ്. ഇവരുടെ പദ്ധതികളോട് നിങ്ങൾ അനുകൂലിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇവർക്ക് SMS അയക്കുക. SMS അയക്കേണ്ട ഫോർമാറ്റ് GKE സ്പേസ് PPD സ്പേസ് 10-ൽ നിങ്ങൾ നൽകുന്ന മാർക്സ് 537252 എന്ന നമ്പറിലേക്ക് അയക്കുക. വേളൂക്കരക്കാരുടെ മാസികയായ ഗ്രാമജാലകം ഗ്രാമത്തിലേക്കുള്ള ജാലകമാണ്. ഗ്രീൻ കേരള എക്സ്പ്രസും ഒരു ജാലകമാണ്. കേരള ഗ്രാമങ്ങളിലെ വികസനത്തിന്റെ കാണാക്കാഴ്ചകളുമായി മറ്റൊരു എപ്പിസോഡിൽ കാണുന്നവരേക്കും നന്ദി, നമസ്കാരം. ഗ്രീൻ കേരള എക്സ്പ്രസ് സ്വാഗതം ചെയ്യാം തിരുവനന്തപുരം ജില്ലയിലെ വട്ടിയൂർക്കാവ് ഗ്രാമപഞ്ചായത്തിനെ. ആശാപ്രവർത്തകർ ഈ പേഷ്യൻസിനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്, ഐഡന്റിഫിക്കേഷൻ ആണ് ആദ്യം നടത്തുന്നത്. ഇതിന്റെ പ്രധാന ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഒരു ക്ലിനിക്കൽ രജിസ്ട്രി ഉണ്ടാക്കുക എന്നുള്ളതാണ്. ശയ്യാവലംബികൾക്കായി പാലിയേറ്റീവ് കെയർ യൂണിറ്റ് പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. മാലിന്യ സംസ്കരണത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നതിന്
ഒരു കാരണമാകരുത്. അപ്പോൾ നിങ്ങളുടെ പവർ എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല എന്നുള്ളത് സങ്കടത്തോടുകൂടി പറയേണ്ടി വരുന്നു മാത്രം. എറണാകുളം ജില്ലയിലെ പാമ്പാക്കുട് ഗ്രാമപഞ്ചായത്താണ്. തൊഴിലുറപ്പ് പദ്ധതിയുടെ സാധ്യതകളെ ഭവന നിർമ്മാണത്തിൽ കാര്യക്ഷമമായി ഉപയോഗിച്ചതാണ് ഈ പഞ്ചായത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഈ വീട് ഇവർക്ക് വിൽക്കുകയോ പണയപ്പെടുത്തുകയോ ചെയ്യാനുള്ള അവകാശമില്ല. പൈനാപ്പിൾ അല്ലാതെ വേറെ ഒന്നിലേക്കും ശ്രദ്ധയില്ല അല്ലേ? വിഷാദ രോഗം അടക്കമുള്ള വല്ലാത്ത മാനസിക അസ്വാസ്ഥ്യങ്ങൾക്ക് ഈ പ്രായമായ കാരണവന്മാര് അനുഭവിക്കുന്നുണ്ടെന്നാണ്. ശുചിത്വ കേരളം, സുന്ദര കേരളം, ഗ്രീൻ കേരള എക്സ്പ്രസ് നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ശുചിത്വ മിഷൻ. എന്റെ കേരളം മാലിന്യമുക്തം.